ഇനി നമുക്ക് കോൺ നോക്കാം. ഓക്കെ, കോൺ എൽമിയ. കോൺ പിന്നെയും കുഴപ്പമുണ്ടാവില്ല, കാരണം കോണൊക്കെ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്, എനിക്കറിയാം. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇങ്ങനത്തെ ഷേപ്പ്, ശരിയല്ലേ എൽമിയ? താഴെ എന്തെന്നാണ്? താഴെ സർക്കിള് അല്ലേ, താഴെ സർക്കിള്. ഇതാണ് കോൺ എന്ന് പറഞ്ഞാൽ. ഇതിന് പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഡിയസ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ സ്ലാൻ ഹൈറ്റ് എല്ലും ഉണ്ട്, ശരിയല്ലേ എൽമിയ? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ പൈതഗോറസ് തിയറം ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അറിയാലോ, റൈറ്റ് ആംഗിൾഡ് ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സർഫസ് ഏരിയയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓരോ പാർട്സ് ആയിട്ട് പഠിച്ചു വെക്ക്. ആദ്യം തന്നെ ഈ ബേസ് അല്ലേ, അതൊരു സർക്കിളാണ് അല്ലേ എൽമിയ? അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? അത് πr² അല്ലേ, ശരിയല്ലേ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇയാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ πr² ആണ്. പിന്നെ വരുന്ന ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾ ആരാണ്? ഈ കേർവ്ഡ് സർഫസ് ഏരിയ ഇങ്ങനെ വരുന്നത് അല്ലേ, ശരിയല്ലേ എൽമിയ? ഇങ്ങനെ ഇത് ഒക്കെ എങ്ങനെ വന്നത് എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും, കേർവ്ഡ് സർഫസ് ഏരിയ. നമ്മൾ ഷോർട്ട് ഫോമിൽ CSA എന്ന് പറയും അല്ലേ എൽമിയ, ശരിയല്ലേ? അതറിയാമോ? ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, CSA. πRL. അപ്പോൾ R എന്ന് പറഞ്ഞ റേഡിയസ്, L എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ്, മനസ്സിലായല്ലോ? ഓക്കെ, L എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ് ആണ്. പേരറിഞ്ഞിരുന്നോ? സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് വരുന്ന ഹൈറ്റ്. H എന്ന് പറഞ്ഞാൽ സിംപ്ലി ഹൈറ്റ്, അത്രയേ ഉള്ളൂ. H ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ CSA മനസ്സിലായല്ലോ എൽമിയക്ക്? CSA ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CSA മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കും അവർ. ഇനി വേറൊരാൾ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയയും കൂടിയും പഠിക്കാം നമുക്ക് അല്ലേ എൽമിയ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ബേസ് ഏരിയയും കേർവ്ഡ് സർഫസ് ഏരിയയും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ, ശരിയല്ലേ? അതന്നെ. അപ്പോൾ πr² + πRL ബേസും കർവ്ഡ് സർഫസും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാണെങ്കിൽ നല്ല ഹൈ ലെവൽ കാൽക്കുലേഷൻസുകൾ വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ പെട്ടെന്ന് കിട്ടുള്ളൂ. πr × r+l അല്ലെങ്കിൽ l+r, എങ്ങനെ വേണമെങ്കിലും എഴുതാം, l+r എന്ന് എഴുതാം. ഓക്കെ, അത് കുഴപ്പമില്ല. πr × r+l or l+r. ഇത് ബൈ ഹാർട്ടാക്കി വെക്കണം കേട്ടോ. ഇത് ബൈ ഹാർട്ടാക്കിയില്ലെങ്കിലും ഇത് പഠിച്ചാലും മതി, കാരണം ഇതിൽ നമുക്ക് πr കോമൺ ആയിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ അല്ലേ എൽമിയ?